ഇതാണ് മക്കളെ കോഴിക്കോടിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന കരിയത്തുംപാറ. എന്താ പറയുക, ഇതിന് അടിപൊളി വ്യൂ ആണ്, അടിപൊളി കാഴ്ചയാണ്. വൈകുന്നേര സമയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞ് അടിപൊളിച്ച് ആർമാദിച്ച് ആഹ്ലാദിച്ച് ഒരു ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാണ്ടല്ലോ പൊളി വൈബുള്ളൊരു സ്ഥലമാണ്. വൈബാക്കാൻ പറ്റിയ ഏറ്റവും അടിപൊളി സ്ഥലം കോഴിക്കോടിൻ്റെയൊക്കെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ യാത്ര നമ്മളെ തൊട്ടടുത്തുള്ള ജില്ലയായ കോഴിക്കോടിൻ്റെ അടുത്ത് എന്താ പറയുക, കോഴിക്കോടിൻ്റെയൊക്കെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന കരിയത്തുംപാറ എന്ന പ്രദേശത്തേക്കാണ്. നല്ലൊരു പൊളി വൈബുള്ളൊരു അടിപൊളി സ്ഥലമുള്ളൊരു സ്ഥലമാണ്. അങ്ങോട്ട് പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ അടിപൊളി കാഴ്ചയാണ്. റോഡൊക്കെ പുതിയ അടിപൊളിയായിക്കൊണ്ട് ധാറൊക്കെ ചെയ്തിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള രണ്ട് ഭാഗങ്ങളും നല്ല അടിപൊളി കാഴ്ചകൾ കൊണ്ട് കണ്ട് നമ്മളിങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്ന് പോകുന്നുകൊണ്ടിരിക്കുകയുണ്ടോ. കുറേ ചുരം മാതിരിയുള്ള റോഡുകളൊക്കെ ആയതുകൊണ്ട് നമ്മുടെ യാത്ര എപ്പോഴും പൊളി വൈബാണ്. പിന്നെ മുന്നിലെ കാഴ്ചകളൊക്കെ നല്ല മലം പ്രദേശം കൂടി ആയതുകൊണ്ട് നല്ല അടിപൊളി എന്താ പറയുക, യാത്ര ഒരു അടിപൊളി യാത്രയാണ്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിലേറെ ഗംഭീര വൈബാണ്. അപ്പോൾ നമ്മുടെ യാത്ര എല്ലാവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ യാത്ര ഇങ്ങനെ തുടർന്ന് പോകുക കേട്ടോ. പിന്നെ ഞാൻ പോകുന്നത് എൻ്റെ ഒപ്പം എൻ്റെ തുണക്കാരായ ഉണ്ടാകലുണ്ട്. പക്ഷെ ഇപ്പോൾ അവർക്കൊന്നും ഒഴിവില്ലാത്തതുകൊണ്ട് നമ്മൾ ഒറ്റക്കാണ് ഇന്നത്തെ യാത്ര ചെയ്താലും പോകുന്നത്. പിന്നെ നമ്മളെ നാട്ടിൽ നിന്ന് ഏകദേശം 68-70 കിലോമീറ്ററോളം ഈ കക്കയം ഭാഗത്തേക്കുണ്ട്. അപ്പോൾ വിഷു പെരുന്നാളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ സീസൺ എൻ്റെ ഓഫ് ടൈം ആയതുകൊണ്ട് ഇഷ്ടം പോലെ ജനങ്ങളാണ് ഈ ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ എവിടെ ചെന്നാലും ഇഷ്ടം പോലെ ജനങ്ങളാണ്. നല്ല പൊളി വൈബാണ്, നല്ല കാഴ്ചയാണ്. ഇവിടുന്ന് താഴത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ അടിപൊളിയാണ്. പിന്നെ കുറച്ചാണ് കഴിഞ്ഞാൽ കോടയൊക്കെ മൂടും കേട്ടോ. അപ്പോൾ വരുന്നവർ കുറച്ച് നേരത്തെ വരണം, എന്നാലും സംഗതികൾ ഫുള്ള് കാണാൻ കഴിയുള്ളൂ. വൈകുന്നേരം ഒരു 3 മണിൻ്റെ ശേഷമൊക്കെ പോകുമ്പോൾ ഇങ്ങോട്ട് പോന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സംഗതികളും ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. പിന്നെ ഇവിടുന്ന് ആ തലക്കന്ന് ഇങ്ങനെ കാണുന്നത് കക്കയം ഡാമിൻ്റെ റിസർവെയറിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അത് അടുത്തേക്ക് അങ്ങോട്ട് മുന്നിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി അടുത്തേക്ക് നമുക്ക് കാണാം. പിന്നെ റോഡൊക്കെ നന്നാക്കിക്കൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചു പോവുക. കാരണം എന്താ വെച്ചാൽ അപകടങ്ങൾ നിറഞ്ഞു നിൽക്കും. കാരണം രണ്ട് സൈഡും ഒരു സൈഡ് നല്ല അഗാധമായ കൊക്കയും ഒരു സൈഡ് അഗാധമായ മലയാണ്. നല്ല വലിയ ഉയരം കൂടിയ മലയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു പോവുക. ഒരു അപകടം വിളിച്ചു വരുത്തിയാണ്ട് എന്താ പറയുക. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ കക്കയത്തേക്ക് ഏകദേശം 14 കിലോമീറ്ററോളം ഉണ്ട്. അത് കക്കയം ഒരു ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ജംഗ്ഷനിൽ നിന്ന് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ നമ്മൾ ചുരം കയറണമാതിരി അങ്ങനെ ചുരം കയറി അങ്ങനെ പോവുകയാണ്. ഇതാണ് കക്കയം പാലം, കക്കയം ബ്രിഡ്ജ്. ഇതിൻ്റെ ചോട്ടുകൂടിയാണ് നമ്മൾ അവിടുന്ന് പവർ ഹൗസിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കിയാണ്ട് വരുന്ന വെള്ളം പോണ വഴിയാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ കറണ്ട് ഉണ്ടാക്കി പോണ വെള്ളമാണ് നമുക്ക് കുളിക്കാം. ഫാമിലിയൊക്കെ ആയിക്കൊണ്ട് ഒരു 1 ഡേ ട്രിപ്പിന് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരട്ടെ. ഒരു അടിപൊളി കിട്ടുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ. പൊളി വൈബാക്കാം ഫാമിലിയൊക്കെ ആയിക്കണ്ടെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു അടിപൊളി കിട്ടുന്ന സ്ഥലമാണ്. വെള്ളം കമ്മിയാട്ടോ. എനിക്ക് തോന്നണത് അവിടുന്ന് കറണ്ട് ഉണ്ടാക്കിയാണ്ട് വരുന്ന വെള്ളമാണോ ബാക്കി ഒഴിവാക്കുന്ന വെള്ളമാണോ സംശയമുണ്ട്. ഇതാണ് കക്കയ അങ്ങാടി കേട്ടോ. കക്കയ അങ്ങാടി ഇപ്പോൾ നമ്മളിവിടെ നിന്ന് നമ്മളെ ഇടത് ഭാഗത്തേക്ക്, അതായത് ആ കാറും മോട്ടോർ സൈക്കിളൊക്കെ വരുന്നുണ്ടല്ലോ ആ ഭാഗത്തേക്കാണ് നമുക്ക് പോകുന്നത്. കക്കയം ഡാം ഒരുപാട് പ്രശസ്തി ആർജിച്ച ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ കക്കയം അങ്ങാടി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങൾ 2016-17 കാലഘട്ടത്തിൽ ഞാനിൻ്റെ ഒരു തുണക്കാരൻ ഈ കക്കയം ഡാമിക്ക് വന്നത്. അതേമാതിരി ഇതിൻ്റെ അടുത്തുള്ള ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണാൻ വന്നത്. അതൊന്നും ഇത്ര ഫേമസ് ആയിട്ടില്ല. അതായത് കോഴിക്കോടിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്നും പറയുന്നതും ഒന്നും ഇത്ര ഇന്നത്തെ അത്രയായിട്ട് ഫേമസ് ആയിട്ട്. കക്കയം ഡാം കാണാൻ വേണ്ടി നമ്മളിങ്ങനെ പോകുന്നതാ. ആകെ പണി പോളി 4:15 വരെയുള്ള ഇവിടെ സമയം. അപ്പം ഇങ്ങോട്ട് ആരും കയറി വരുന്നവർ ശ്രദ്ധിച്ചോളി. 4:15 മുന്നേ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി കയറി കിട്ടണം കേട്ടോ. കാരണം
കക്കയം ടൗണിൽ നിന്ന് അവിടെ അങ്ങാടിയിൽ നിന്ന് 14 കിലോമീറ്റർ ഈ കക്കയം ചെക്ക് പോസ്റ്റിക്ക്, അതായത് ഡാമിൻ്റെ അടുത്തേക്ക് എത്താണ്ട്. അപ്പോൾ ഇങ്ങോട്ട് കയറി വരുന്നവർ ശ്രദ്ധിക്കുക, കുറച്ചുകൂടി നേരത്തെ വരിക. എനിക്ക് സമയം വൈകി, ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ ഇൻഷാ അല്ലാ. അപ്പം ഇനിയിപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, 4:15 അതിൻ്റെ മുന്നേ ഇങ്ങോട്ട് എത്തണം. ഇനി നമുക്ക് കരിയത്തുംപാറ പറഞ്ഞ സംഭവമുണ്ട്, അവിടെ ഒന്ന് പോയി നോക്കാം. ഈ ഡാമിൻ്റെ റിസർവയർ തന്നെയാണത്. ഇങ്ങനെ കറണ്ട് ഉണ്ടാക്കിയാണ്ട് വെള്ളം വരുന്നത്, ബാക്കിയുള്ള വെള്ളം ഒഴിവാക്കി വിടുന്ന സ്ഥലമാണ് കരിയത്തുംപാറ. അതിൻ്റെ ആ ഭാഗത്തൊക്കെയാണ് കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ്, കോഴിക്കോടിൻ്റെ സ്വിറ്റ്സർലാൻഡ്, ഊട്ടി അല്ല ഊട്ടിയൊക്കെ പറയും. പിന്നെ വേറെ ഇങ്ങോട്ട് വരുമ്പോൾ വർഷക്കാലത്താണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററേ കയറും, അടിപൊളിയായി കയറാം. കാരണം എന്താ വെച്ചാൽ സകല ഭാഗത്തു കൂടി ചോലുണ്ട്, പാറകളുണ്ട്. ആ പാറകൾ മൂടുന്നൊക്കെ വെള്ളം ഒലിക്കണത് കാണാം. അപ്പോൾ ഈ വേനലായതുകൊണ്ട് പാറയൊക്കെ വറ്റി വരണ്ട് ഉണങ്ങി കിടക്കുകയാണ്, ഒരു തുള്ളി വെള്ളമല്ല. ആ ഡാമിലുള്ള വെള്ളം ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 14 കിലോമീറ്റർ ഇങ്ങോട്ട് കയറി പോരാണ്ട്. പിന്നെ ഏത് ഒരു ഡാം എടുത്ത് നോക്കിയാലും അതിൻ്റെ ചുവട്ടിലൊരു പവർ ഹൗസ് ഉണ്ടാവും. അതായത് ചെറിയൊരു വൈദ്യുത പദ്ധതി, ഒരു 2 യൂണിറ്റ് അല്ലെങ്കിൽ ഒരു 5 യൂണിറ്റ് അങ്ങനത്തെ ഒരു സംഗതിയുള്ളൊരു പവർ ഹൗസ് ഉണ്ടാവും. അപ്പോൾ അതേമാതിരി തന്നെയാണ് ഇപ്പോൾ ഇതും നടക്കുന്നത്. കക്കയം ഡാമിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പെൻസ്റ്റോക്ക് പൈപ്പാണ് കാണുന്നത്. അത് മിക്കവാറും ഏത് ഡാമിൽ ചെന്നാലും നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ അതിൻ്റെ താഴത്ത് കിടക്കുന്നതാണ് ഇതിൻ്റെ പവർ ഹൗസ്, അതായത് വൈദ്യുതി ഉണ്ടാക്കുന്ന സ്ഥലം. നേരത്തെ നമ്മൾ വെള്ളം ഒഴിവാക്കി പോകണത് കണ്ടല്ലോ, അതൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കറണ്ട് ഉണ്ടാക്കിയാണ്ട് ഒഴിവാക്കി പോണതാണ് ആ കാണുന്നത്. അപ്പോൾ അതിൻ്റെ പവർ ഹൗസാണ് നമുക്ക് കാണുന്നത്. ഇപ്പോൾ കറണ്ട് ഉണ്ടാക്കുന്നുണ്ടോ ഇല്ല എനിക്കറിയില്ല കേട്ടോ. ഒറ്റന്നേ കാണുന്നുള്ളൂ, വേറെ ഒന്നും കാണില്ല. 2 ഒന്നില്ല, ഒന്നിനേ ഉള്ളൂ, ഒരു കുട്ടിയാണ്. കക്കയത്ത് നിന്ന് നമ്മളിങ്ങനെ പോന്നുകൊണ്ടിരിക്കാട്ടോ. ടിക്കറ്റൊക്കെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ടിക്കറ്റ് എങ്ങനെ വെച്ചാൽ കുട്ടികൾക്ക് 30 രൂപ, വലിയ ആൾക്കാർക്ക് 60 ഉറുപ്പ്യ. അത് കഴിഞ്ഞ് മറ്റേ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുണ്ടല്ലോ, മുതിർന്ന മറ്റേ എന്താ പറയുക, അവിടെ പെയ്ത് ചെയ്യാൻ വായിച്ചു സംഗതി കിട്ടിയില്ല. ഓയിൽക്ക് 120 ഉറുപ്പ്യ, അതായത് പുറത്തുള്ള ആൾക്കാർക്ക്. അതെന്താ അങ്ങനെ ഒന്ന് ഞാൻ ആലോചിക്കണത്. ഈ എല്ലായിടത്തും ചെന്നാലും പുറത്തുള്ള ആൾക്കാർക്ക് ഒരു ടിക്കറ്റ് കൂടുതലാണ്. അത് എവിടെ ചെന്നാലും അങ്ങനെ തന്നെ. എന്താ സംഭവം, അതിൻ്റെ ഒരു ട്രിക്ക് എന്താ മനസ്സിലാവണില്ല. കാരണം ഓല് ടൂറിസ്റ്റുകളല്ല കേട്ടോ, ടൂറിസ്റ്റ് പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്ക് 120 കൊടുക്കുക. എന്താ അതിൻ്റെ ഒരു സംഭവം എന്താ മനസ്സിലാവണില്ല. ആരെങ്കിലും അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരും. ഇപ്പം നമ്മളിപ്പോൾ മൈസൂരൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സാധാരണ ചാർജ് തന്നെ നമുക്ക് അവിടെ വാങ്ങണുള്ളൂ. മൈസൂർ അല്ലെങ്കിൽ ഊട്ടി അവിടെ ഇവിടെയൊക്കെ പോയാലും നമുക്ക് സാധാ ചാർജല്ലേ വാങ്ങണുള്ളൂ. അവിടെ നമ്മൾ വില പുറത്തുള്ളതെന്നല്ലേ വാങ്ങിക്കേണ്ടതെന്നല്ലേ നമുക്ക് ടിക്കറ്റ് ഒന്നും വാങ്ങണത്. പിന്നെ ഇപ്പോൾ ഈ പെരുന്നാളിൻ്റെ സീസൺ ആയതുകൊണ്ട് നിറച്ച ആൾക്കാരുണ്ട് കേട്ടോ, നല്ല ആളുണ്ട്.
നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. അത്രമാത്രം ചെറിയൊരു സങ്കടം. ഇത്രയും കിലോമീറ്റർ ഓടി വന്ന് കണ്ട് ഏതായാലും നമ്മൾ വീണ്ടും ഒരു ദിവസം വരും ഈ കടമ്പ കടക്കാൻ. ഓക്കെ. കക്കയം ഡാമിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ടു ഈ പൈപ്പ്, പെൻസ്റ്റോക്ക് പൈപ്പ്. അത് ഒന്നും കൂടെ അടുത്തേക്ക് എത്തിയപ്പോൾ അതിൻ്റെ കാഴ്ചയാണത്. ഒന്നും കൂടി അടുത്തുനിന്ന് നമ്മൾ കാണുന്ന കാഴ്ചയാണ് പെൻസ്റ്റോക്കിൻ്റെ പൈപ്പ്. അതൊക്കെ ആയിട്ടുള്ള അടുത്തേക്ക് എന്ന് കഴിഞ്ഞാണ്ടല്ലോ ഒരാളെ പോണ ഫോഴ്സാട്ടോ ഇതിങ്ങനെ കാണുന്നത്. നോക്കണ്ട, അതിൻ്റെ അടുത്തുനിന്ന് ചെന്ന് കഴിഞ്ഞാൽ ഒരാളങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ പോവുക. അമ്മാതിരി പൈപ്പാണത്. ഇത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചെറുതായി തോന്നും. സ്വാഗതം കേരള വന്യജീവി സംരക്ഷണം പറഞ്ഞിട്ട് ഇവിടെ കയറി ചുരാണ്. ഫുള്ള് ചോര. 14 കിലോമീറ്റർ കടുവകളുണ്ടെന്ന് പറഞ്ഞത്. നന്ദി. വീണ്ടും വരിക മലബാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. അപ്പോൾ സാധാരണത്തിൻ്റെ താഴത്തായിരുന്നു ഇതിന് ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നത്. അതായത് അവിടെ എൻട്രി, അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, 4 ജംഗ്ഷൻ ഉണ്ട്, കക്കയം ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ അവിടെ ആയിരുന്നു, സെൻട്രലായിരുന്നു ഇതിൻ്റെ എൻട്രി ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് നേരെ മുകളിലായി. അപ്പോൾ അവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവിടെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നതൊക്കെ കക്കയം ഡാമിൻ്റെ റിസർവെയർ ആട്ടോ. റിസർവെയർ ആണ്, വെള്ളം സ്ഥലത്താണ് തങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ഇവിടെ ഒന്നും ഇതിക്കൊന്നും ഇറങ്ങാനൊന്നും പറ്റൂല. അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ഫോറസ്റ്റിൻ്റെയും പോലീസുകാരെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഏൽക്കേണ്ടി വരും. പിന്നെ ഇവിടെ എല്ലാ ആൾക്കാരും ഇറങ്ങണേ കണ്ട് പുറത്തുള്ള ആൾക്കാരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നങ്ങളെ കാരണം. പിന്നെ കുളിക്കാനും കാര്യങ്ങളൊക്കെ അതിനൊന്നും പറ്റുന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നല്ല ആയമുണ്ട്. 2 ആൾക്ക് ആയം താഴ്ച ഉണ്ടെന്ന് അപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടി പനി വന്നാണ്ട് ഇക്കണ്ട ഇറങ്ങാൻ നടക്കണ്ട. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെന്നത് പിന്നെ നമ്മളെ കരിയത്തുംപാറ, നമ്മളെ കോഴിക്കോടിൻ്റെ സ്വിറ്റ്സർലാൻഡ്, അതായത് മലപ്പുറത്തിൻ്റെ സ്വിറ്റ്സർലാൻഡൊക്കെ പറയുന്നത് അങ്ങോട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. കരിയത്തുംപാറ അവിടെ എത്തിയപ്പോഴും നമ്മൾ ഇതേമാതിരി തന്നെ സമയം വൈകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റിയിട്ടില്ല. ചെറിയ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ സമയത്തും ചെല്ലുമ്പോഴൊക്കെ നിറയെ ആളുകളാണ്. എല്ലാ സമയത്തും നല്ല ആളുകളാണ്. പിന്നെ അവിടെ നിന്ന് നല്ലൊരു കരിമ്പ് ജ്യൂസൊക്കെ അടിച്ചുകൊണ്ട് അവിടെ കുടിച്ച് പോകുന്നു. കാരണം വെയിൽ ചൂടായതുകൊണ്ടേ കരിമ്പ് ജ്യൂസ് നല്ല അടിപൊളി ഒരു മെഷീനാണത്. ഇപ്പോൾ പുതിയ കാണുന്ന ഒരു ഐറ്റംസ് മെഷീനാണ് കാണുന്നത്. ചണ്ടിയാര അപ്പുറത്ത് കയറി വരും. പിന്നെ വീണ്ടും കരിയത്തുംപാറയ്ക്ക് നമുക്ക് ചെന്നുകാണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ സംഗതികളൊക്കെ കണ്ടുകാണ്ട് ഒരു ദിവസം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നുണ്ട്. ഇനി ഒരു പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുമ്പോഴേക്കും എല്ലാവർക്കും സ്റ്റേ ട്യൂൺ.